ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സൺകിസിന് വേണ്ടി വെയിലത്ത് പോയി നിന്നത്. ഇതിപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഈ ആശംസ നിങ്ങൾക്ക് കിട്ടണത് ചിലപ്പോൾ വിഷു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞായിരിക്കും. കാരണം എഡിറ്റ് എനിക്ക് സമയം വേണമല്ലോ. അതെ, അപ്പം ഇന്ന് അത്രമേൽ സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് പല ആൾക്കാർക്കും. കാരണം ടുഡേ ഈസ് വിഷു. അപ്പം ഞങ്ങളുടെ വിഷു എന്താണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കണത്. ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് കറുകച്ചാലിലാണ്. അപ്പം ഞങ്ങളുടെ കണിയും ഞങ്ങളുടെ ലഞ്ചും പിന്നെ ഞങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള എല്ലാ മൊമെൻറ്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ആണ്. നമുക്ക് സൺകിസ് പറ്റണില്ല, ഒട്ടും പറ്റണില്ല. അപ്പം ഞങ്ങളിന്ന് ഞാനും ചേച്ചിയും പിള്ളേരും അമ്മയൊക്കെ ആയിട്ട് ഇവിടെ ആണ്. ചിലപ്പം പപ്പ വരും. അപ്പം ഞങ്ങളുടെ വിഷു രാവിലെ തന്നെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ, കുറിയൊക്കെ കണ്ടു. യെസ്, ഞങ്ങളൊരു നല്ല അടിപൊളി കണി കണ്ടു, അമ്പലത്തിൽ പോയി. ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ബാക്കി വീഡിയോയിൽ കാണിക്കും. അങ്ങനെ തലേ ദിവസം തന്നെ ചേച്ചി കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും രാത്രിയിൽ ഒരു 10-11 മണിയായപ്പോൾ ഞാനും ഇറങ്ങി കിട്ടാഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് രാത്രി തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പൂവൊക്കെ കിള്ളി ഞങ്ങൾ വീടിനകത്ത്. അപ്പം ഞങ്ങൾ വീഡിയോസും അല്ലാതെ പിൻട്രസ്റ്റും ഒക്കെ കുറേ റെഫർ ചെയ്തായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ വർഷത്തത് നന്നായിട്ട് ഞങ്ങളെല്ലാവരും കൂടി വെച്ച് കാണണമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ റെഫർ ചെയ്ത് പൂജാമുറിയിലല്ല പുറത്താണ് വെക്കേണ്ടതെന്ന് അങ്ങനെ ഞങ്ങളൊരു കോർണർ സെറ്റ് ചെയ്തു. എന്നിട്ട് കൃഷ്ണനെ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ചേച്ചി ഈ ലക്ഷ്മി വിളക്ക് അതിങ്ങനെ തൊടുമ്പോൾ ചേച്ചി പറയുന്നുണ്ട് അത് ലാഭവും നഷ്ടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇതിലാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി എന്നോട് പറഞ്ഞു പച്ചക്കറിയൊക്കെ നീ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് കൈതച്ചക്ക കൊണ്ടുവരാൻ പറയുമ്പോൾ ഞാൻ പോയിട്ട് വലിയ ചക്കയില്ല സാധാ ചക്ക ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്തായാലും കണി വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഉരുളിക്കകത്ത് സെറ്റാവുന്നുണ്ടല്ല. ഞാൻ പഠിച്ച പണി 18 നോക്കി എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഒരുമിച്ച് വെക്കാം. പക്ഷെ നടന്നില്ല. പിന്നെ എനിക്ക് ചേച്ചിയുടെ സഹായം എടുക്കേണ്ടി വന്നു. എങ്ങനെ അരി വെച്ചിട്ട് അതിൻ്റെ ഒരു ബേസിലാണ് ഈ സാധനങ്ങളൊക്കെ വെക്കണത്. പക്ഷേ എനിക്കങ്ങോട്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ചേച്ചീനെ വിളിച്ചു. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തുടക്കം തൊട്ട് ഒടുക്കം വരെ വെറുതെ പൊട്ടന്മാർ ചിരിക്കണ പോലെ ചിരിക്കായിരുന്നു. എന്തോ വെള്ളം അടിച്ചിട്ട് ചിരിക്കണ പോലത്തെ ചിരിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടിയപ്പോഴത്തേക്കും. അതിനകത്ത് ഈ പറയണ വാട്ടർ മെലണും പിന്നെ എന്തുട്ടാണ് ചക്കയൊക്കെ ലാസ്റ്റ് പുറത്തെടുത്ത് വെച്ചപ്പോഴാണ് ഒന്ന് സെറ്റാ. കാരണം മുരളിക്കകത്ത് ഇതൊന്നും സെറ്റാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കൃഷ്ണനെ വെച്ചു, പുറകെ മയിൽപ്പീലി വെച്ചു, പിന്നെ ഉരുളി വെച്ചു. ഉരുളിക്കകത്ത് ബാക്കി സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാം എന്ന് ചിരിയുണ്ട്. ഞങ്ങൾ ചിരിക്കണുണ്ട്, എന്ത് കാര്യത്തിനാണെന്ന് അറിയത്തില്ല. എന്നിട്ട് ഞങ്ങൾ പഴം, മുന്തിരിങ്ങ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അതെല്ലാം കൂടി ഞങ്ങൾ സെറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൺമഷി, വാൽക്കണ്ണാടി, ആറന്മുളക്കണ്ണാടിയില്ലേ ആ വാൽക്കണ്ണാടി, പിന്നെ അതേപോലെ തന്നെ സ്വർണം, പിന്നെ ചന്ദനം, മഞ്ഞൾ, കുങ്കുമം, അങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന രീതിയിലുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് ഈ പട്ടും പുടവയും ഒക്കെ വെച്ച് വിളക്കും എല്ലാം വെച്ച് തന്നെ കാണണമെന്നുണ്ടായിരുന്നു. നമുക്ക് തുളസിമാല അല്ല കൃഷ്ണൻ ഇടാൻ കിട്ടിയത്, പകരം മാലയാണ്, മുല്ലപ്പൂ മാലയായിരുന്നു. അതൊക്കെ വെച്ചു. പിന്നെ അതേപോലെ തന്നെ മഞ്ചാടിയുടെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചാടി ഞാൻ ഇത് എവിടെ പോയിട്ടാണ് അമ്പലത്തിൻ്റെ പേര് പറഞ്ഞത് ചെട്ടികുളങ്ങരല്ല പത്തിയൂരോ അവിടെ ഏതൊരു അമ്പലത്തിൽ പത്തിയൂർ അമ്പലക്കുളത്തിൽ പോയി എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് പറപ്പിച്ച് അത് പൊട്ടിച്ച് അതായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ വെച്ച് നമ്മുടെ ഈ പറയണേ മഞ്ചാടി പറക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരി അല്ലാതെ നമ്മൾ പറക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാം തന്നെ
കണിയിൽ കൊണ്ടുവന്ന് ആ കണി കാണണം എന്നായിരുന്നു. പിന്നെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ സാധനം അറേഞ്ച് ചെയ്തത് ഞാനായിരുന്നു, അല്ലെ ചേച്ചി ആയിരുന്നെങ്കിൽ പോലും എനിക്ക് കണി കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. അതായിരുന്നു ആഭരണപ്പെട്ടി, അതിനകത്ത് കുറച്ച് പൈസയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വാങ്ങിച്ച സാധനങ്ങളുടെ കൂട്ടത്തിൽ കുഞ്ഞിപ്പെണ്ണിന് പിറ്റേ ദിവസം അമ്പലത്തിലിടേണ്ട സാധനം ആയിരിക്കണം, കയ്യിലിരിക്കണ മാല ഉണ്ടോ, അത് പിറ്റേ ദിവസമൊക്കെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ചേച്ചി വാങ്ങിച്ച മാലയായിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനോർത്തു നമ്മൾ സ്വർണം വെക്കുമല്ലോ, അപ്പോൾ ആ കൂട്ടത്തിൽ കാണുമ്പം ഭംഗി വരാൻ വേണ്ടി വെച്ച മാലയായിരിക്കും എന്നോർത്ത് ഞാനത് വെച്ച് പിന്നെ ലാസ്റ്റ് കൊടുത്തു വിട്ടു കേട്ടോ. പിന്നാണ് എനിക്ക് അക്കിടി മനസ്സിലായത്. അതൊക്കെ കഴിഞ്ഞ് അവിടെ തറയിൽ തന്നെ ഇരിക്കുക. ഞാനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാമല്ലോ. പിൻട്രസ്റ്റിൻ്റെ ഫോട്ടോസൊക്കെ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത്. കാരണം ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സീറോ എന്ന് വെച്ചാൽ ഒരു ബിഗ് സീറോ അറിവാണ് ഞങ്ങൾക്കുള്ളത്. എന്നിട്ട് പിന്നെന്താണ്, പിന്നെ സ്വർണത്തിന് ഞങ്ങൾ വെച്ചത് ചേച്ചിയുടെ തന്നെ മോതിരമാണ്. മോതിരം വെച്ചു. പിന്നെ ഒരു മോതിരം 2 മോതിരം വെച്ചു എന്ന് തോന്നുന്നു. 2 മോതിരം വെച്ചു. പിന്നെ ഞാൻ തപ്പുവാണ്, എന്തെങ്കിലും ഞാൻ മിസ്സാക്കിയിട്ടുണ്ടോ, എന്തെങ്കിലും വരാനുണ്ടോ എന്നും പറഞ്ഞ് നമ്മൾ തപ്പുമായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് കണി ഇങ്ങനായിരുന്നു. കൃഷ്ണനും മയിൽപ്പീലിയും പിന്നെ പട്ടുടയാട ഉടയാടയും പിന്നെ ഫ്രൂട്ട്സ്, വാൽക്കണ്ണാടി, വിളക്ക്, സാമ്പ്രാണി, സന്ധ്യനാമത്തിൻ്റെ ഒരു പുസ്തകം, പിന്നെ തേങ്ങ, കണിക്കൊന്ന ഫേക്കായിരുന്നു കേട്ടോ, കണിക്കൊന്ന, പിന്നെ അതേപോലെ തന്നെ പട്ട്, കുങ്കുമം, കൺമഷി, പൈസ, നോട്ട്, മഞ്ചാടി, കുങ്കുമം, പിന്നെ നമ്മൾ ആമാടപ്പെട്ടിക്കകത്തുള്ള പൈസ, അങ്ങനെ എല്ലാം കൂടി വെച്ചപ്പോൾ ഞങ്ങളുടെ കണി സെറ്റായി. ഇത് രാവിലെ കുഞ്ഞിപ്പെണ്ണിനെ കാണിക്കാം കേട്ടോ. കണി അവൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അവൾ കണിയിലോട്ടല്ല ആദ്യം നോക്കിയത്. അതൊരു ഫ്ലോപ്പായിരുന്നു, 1 ഫ്ലോപ്പായിരുന്നു. പക്ഷേ നോക്കി, ഒരു കണ്ണ് വെച്ച് നോക്കിയിട്ട് ഇത് ആരുടെ സെറ്റ് ചെയ്തതെന്നും പറഞ്ഞാണ് സൈഡിലോട്ടൊക്കെ നോക്കിയത്. പുള്ളിക്കാരി ഇതിങ്ങനെ കുറച്ച് നേരം കണ്ട് സ്തംഭിച്ച് നിന്ന് കഴിഞ്ഞ് ഇനിയിപ്പോൾ കൈ ഒന്ന് കറക്കുന്നതാണ്. പുള്ളി ബോംബെ ബേസ്ഡ് ആണ്. ഇപ്പോഴും പുള്ളി ബോംബെയിൽ നിന്ന് വന്നെങ്കിലും പല കാര്യങ്ങളും ഇടയ്ക്കൊക്കെ ഹിന്ദി സംസാരിക്കാറുണ്ട്. അപ്പോൾ ആർത്തി ഒഴിയുന്ന കണ്ടിട്ടുണ്ട് നമ്മുടെ അവിടെ. അതാണ് പുള്ളിക്കാരി ഈ കൈയിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിശയമൊന്നും തോന്നിയില്ല. കാരണം ഞങ്ങൾ ആദ്യം വിചാരിച്ചപ്പോൾ എന്താ കാണിക്കും, പിന്നെ നമുക്ക് മനസ്സിലായി ഇത് ബോംബെ കൊച്ചാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടില്ല മേക്കപ്പ് ഇടാന്നോ. ഇപ്പം അവൾ എന്തോന്നാ പറഞ്ഞതെന്ന് മനസ്സിലായോ? ഹലോ, ഇതാണ് ദിവ്യ, വിച്ച് മീൻസ് വിദ്യ. ഇതാണ് ഞാൻ, കുഞ്ഞിപ്പെണ്ണ്. ഇവള് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഞാനിങ്ങനെ വോയിസ് ഓവറൊക്കെ ചെയ്യണത് ഇവൾ കാണാറും കേൾക്കാറും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ. അങ്ങനെ കണ്ട് കൊച്ചിപ്പം ഒരു മിനി വ്ളോഗറാണ്. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഹലോ ഗൈസ് പറയും. അതേപോലെ തന്നെ ഞാനിങ്ങനെ വെറുതെ ഇരിക്കണം, ദിദ്യേ നമുക്ക് ഹലോ ഗൈസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. അതേപോലെ ഫുഡൊക്കെ കഴിക്കാനെടുത്ത് കഴിയുമ്പോൾ പുള്ളി ഇങ്ങനെ പറയും, നമ്മളിപ്പോൾ ഇതാണ് കഴിക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ ചോറാണ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ എടുത്തെടുത്ത് അവൾ തന്നെ വീഡിയോ ചെയ്യണ പോലൊക്കെ കാണിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി വിഷു ആയിക്കൊണ്ട് രാവിലെ 5:30 ആയപ്പോഴത്തേക്ക് ഇതിനെ പിടിച്ച് ഞാൻ തണുത്ത വെള്ളത്തിൽ ഇട്ട് കുളിപ്പിച്ച്, ഒരു ബഹളമായിരുന്നു, എന്നിരുന്നാൽ പോലും കുളിപ്പിച്ച് ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മേക്കപ്പ് ഇടാം, ഹലോ ഗൈസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് അവളെ ഒതുക്കിയത്. അങ്ങനെ അവളെ ഒരുക്കി ഞാനും കൂടി അമ്പലത്തിൽ പോയിട്ട് വരാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ അവിടെ അടുത്ത് കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഞങ്ങൾ നെത്തല്ലൂര് ദേവീൻ്റെ അമ്പലത്തിൽ ഞങ്ങൾ രണ്ടാളും കൂടി വണ്ടിയിൽ പോയി. ഞാനൊരു കുർത്തിയും ഒരു പാൻറ്റാണ് ഇട്ടത്, ആള് ഒരു പട്ടുപാവാട ഇട്ട, നല്ല ക്യൂട്ടായിരുന്നു കാണാൻ. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. എവിടെ പോയിട്ട് വരാം? ഓക്കെ ഗായ്സ്. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ കൂടെ വണ്ടിയിൽ കയറാൻ തുടങ്ങിയതാട്ടോ. അതായത് പോളിയോ എടുക്കാൻ അങ്ങാണ്ട് ആദ്യമായിട്ട് ഞാൻ ഇവളെ ഇങ്ങനെ വണ്ടിയിൽ ഒറ്റയ്ക്ക് വെച്ച് കൊണ്ടുപോയി. അതിൽ പിന്നെ എൻ്റെ കൂടെ സെറ്റാണ്. ഞാൻ വണ്ടി എടുക്കുമ്പോൾ തന്നെ പറയും, ദിദ്യ നമുക്ക് പോകാം. അങ്ങനെ
ആൾക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രണ്ടുപേരും കൂടി നെത്തല്ലൂർ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ചെന്ന് തൊഴുതു. അപ്പം അവിടെ വിഷു ആയിക്കൊണ്ട് അവിടുത്തെ തിരുമേനി ഈ കൈനീട്ടത്തിന് ഒരു തൊട്ടും പിന്നെ ഒരു മുട്ടായും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് പറയുന്നുണ്ട് അപ്പൂപ്പൻ തന്നെ വീട്ടിൽ ചെന്നിട്ടും പറഞ്ഞു അപ്പൂപ്പൻ തന്നാന്നും പറഞ്ഞൊക്കെ കാണിച്ചത്. ഞാൻ അക്കിച്ചോട് പറഞ്ഞു അത് സൂക്ഷിച്ച് വെക്കണേ, അവൾക്ക് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. പിന്നെ ഇവളെ 2-3 ഫോട്ടോയും സ്ലോ മോഷൻ വീഡിയോസൊക്കെ എടുത്ത് വീട്ടിൽ വന്നു. ഒരു തോരനും മോരും പിന്നെ പപ്പടവും അച്ചാറും എന്തായാലും കാണുമല്ലോ. അവിയൽ അത് ഞാൻ പറഞ്ഞു കൊടുത്തു എന്തൊക്കെ ഉണ്ടാക്കണം, ഇതൊക്കെ എനിക്ക് വേണ്ടതെന്ന്. അപ്പോൾ ആദ്യം എന്തെങ്കിലും കഴിച്ചിട്ട് തുടങ്ങാം. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ പാലപ്പം കിഴങ്ങേറിയാണ് കഴിച്ചത്. അമ്മയുണ്ടായിരുന്നു കേട്ടോ. അമ്മ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പം ചേച്ചിയുടെ അവിടുത്തെ അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പക്ഷേ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി പണി തുടങ്ങി. ഞങ്ങൾ ക്യാബേജ് തോരനുള്ളതൊക്കെ അരിഞ്ഞ് അത് സെറ്റാക്കാനായിരുന്നു ആദ്യത്തെ എൻ്റെ പരിപാടി. അത് കഴിഞ്ഞപ്പോൾ ചേച്ചി എല്ലാം എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. തേങ്ങ ചിരണ്ടി തന്നു, അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകി തന്നു, അങ്ങനെ. അപ്പം ക്യാബേജ് തോരൻ വെച്ചു, പിന്നെ ഒരു പുളിശ്ശേരി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു തരുണിമണി മരുന്ന് കഴിക്കുന്നൊരു കുട്ടിയാണ്. അപ്പം ആൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് തരംതിരിക്കണം. കാരണം ആൾക്ക് കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അങ്ങനെ മരുന്നൊന്നും എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ ഈ 2 ദിവസമായിട്ട് ഞാനൊരു പരിപാടി തുടങ്ങി. ഈ മരുന്ന് എടുക്കുക, പൊട്ടിക്കുക, ഒരു പേപ്പറിൽ 3 പേപ്പറിലാക്കി വെക്കുക. രാവിലത്തത് അങ്ങ് കൊടുക്കുക, വൈകിട്ടത്തത് മാത്രം പൊതിഞ്ഞ് വെക്കുക. 2-3 ഉച്ചക്കത്തത് 2, വൈകിട്ടത്തത് 3 എന്നുള്ള രീതിയിൽ പൊതിഞ്ഞ് വെച്ച് അപ്പോൾ പിന്നെ ആൾ തന്നെ ആ പൊതിയെടുത്ത് കഴിച്ചാൽ മതിയല്ലോ. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി. ഞാനപ്പം മീഷോയിലൊരു ടാബ്ലറ്റിൻ്റെ കണ്ടെയ്നർ കണ്ടു വെച്ചിട്ടുണ്ട്. അതായത് തിങ്കൾ തൊട്ട് ഞായർ വരെയുള്ള മീൻസ് ഒരു ആഴ്ചയിലേക്ക് മൊത്തമുള്ള മെഡിസിന് ഇങ്ങനെ മോർണിംഗ്, ആഫ്റ്റർനൂണ്, ഈവനിങ് എന്നുള്ള പെട്ടിയിൽ ഇങ്ങനെ എടുത്ത് വെക്കണ ഒരു സാധനം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പം അതാകുമ്പോഴത്തേക്കും മിസ്മാച്ച് കാര്യങ്ങളാവില്ല. ആൾക്ക് തന്നെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം. കണ്ണിനൊക്കെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് ആൾ. പിന്നെ പൊതുവെ മരുന്ന് കഴിക്കാനൊരു മടിച്ചിയാണ്. അപ്പം ഞാൻ ഈ പാചകത്തിൻ്റെ ഇടയ്ക്കും വന്നിട്ട് ഇത് നോക്കി എടുത്ത് ആൾക്ക് കൊണ്ട് കൊടുത്തു. കഴിക്കേണ്ട താമസം കർത്താവെ മാത്തനിതാ മലന്ന് എന്നൊരു സംഭവമായിരുന്നു കേട്ടോ. ആൾ കഴിച്ച ഉടനെ നേരെ കയറി കിടന്ന് പഴയ പോലൊന്നുമല്ല. ഞാനോട്ട് ഇടയ്ക്ക് മുറക്കായിട്ട് നല്ല വഴക്കാണെങ്കിലും ആൾക്ക് ആവതില്ല. പൊതുവെ ആൾക്ക് ഗുസ്തി ഇടാനും അല്ലെങ്കിൽ പഴയ പോലെ കാര്യങ്ങളൊക്കെ നിന്ന് ചെയ്യാനുള്ള ആവതില്ല. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ആൾ കിടന്നുറങ്ങി. പിന്നെയും ഞങ്ങളുടെ പണിയിലോട്ട് പോയി. ഇടയ്ക്ക് ചേച്ചിയുടെ അവിടുത്തെ അമ്മ കൊണ്ടുവന്ന ജിലേബി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വണ്ണം വെക്കുന്നു എന്ന് എനിക്കൊരു തോന്നലല്ല, അതൊരു സത്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇങ്ങനത്തെ ഫുഡുകളൊക്കെ കുറച്ചിട്ട് ഒരു വണ്ണം കുറയ്ക്കൽ അല്ലെങ്കിൽ ഒരു ഡയറ്റ് പ്ലാൻ അതൊന്നും എൻ്റെ മൈൻഡിലില്ല. പിന്നെ ഈ ഒരു സമ്മർ സീസണിലാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എനിക്ക് ചൂട് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എന്ന്. കാരണം ചൂട് ഞാൻ കഴിക്കും, എനിക്ക് തണുപ്പ് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ചൂട് എനിക്കൊട്ടും, ഈ അറ്റ്മോസ്ഫിയറിക് ചൂട് എനിക്കൊട്ടും പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഈ കണ്ട പരിപാടിയുടെ ഇടയ്ക്കും കുഞ്ഞിപ്പെണ്ണ് ഞങ്ങളുടെ കൈയുടെ കാലയുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്കായപ്പോൾ ചേച്ചി പറഞ്ഞു ഇഞ്ചിക്കറി വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ്, നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ചേച്ചി പറഞ്ഞു പോയി വാങ്ങിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പം രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോണ ടൈമിൽ ഞങ്ങളൊരു ബോളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതേ സ്ഥലത്തുനിന്ന് തന്നെ പോയി ഞാൻ ഇഞ്ചിക്കറി വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ ചേച്ചി പാലട പായസം ചേച്ചിയുടെ തട്ടകയായിരുന്നു. ചേച്ചി അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം കുറച്ച് കശുവണ്ടി എന്നോട് വറുത്തിടാമോ എന്ന് ചോദിച്ചു. നല്ലൊരു പ്യുവർ നെയ്യ് അവിടെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഈ അടിപൊളി നെയ്യ്, വെറുതെ ഇങ്ങനെ തോണ്ടി തിന്നാനും നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ചോറിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ആ നെയ്യിൽ കുറച്ച് കശുവണ്ടി വറുത്തു. അങ്ങോട്ട് വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് തന്നെ കരിയാൻ പാകത്തിന് ആ കശുവണ്ടി നിന്നു ഗൈസ്. പിന്നെ ഞാനത് പാലടയിൽ ഒഴിച്ച് ഞങ്ങൾ പാലടയിൽ സെറ്റാക്കി. അപ്പം ഞങ്ങളുടെ പണി ഏകദേശം കഴിഞ്ഞു. 12 മണിക്ക് പ്രകമ്പനമുണ്ട്. അത് കണ്ടിട്ടില്ല, നല്ല പടമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പണികളൊക്കെ നേരത്തെ. പക്ഷെ 11 മണി എങ്ങാണ്ട് ആയിട്ടുണ്ട്. ഒരു കച്ച വാങ്ങാൻ പോയി. നമ്മുടെ പായസത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഒന്നും ചെയ്യാനില്ല, കാരണം നമ്മൾ എല്ലാം ചെയ്തു. ഇനി നമുക്ക് ഇപ്പോൾ 11 മണി ആയതേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചു 1 മണി വരെ സംഭവങ്ങൾ പോകും.
നമ്മൾ കുറേ നേരം എടുക്കും. പക്ഷെ വിഭവങ്ങൾ കുറവായതുകൊണ്ട് നമ്മുടെ പണി കഴിഞ്ഞു. 12 മണിയാകുമ്പോൾ പ്രകമ്പനമുണ്ട്, അത് കാണും. ബൈ. ഞാൻ പറഞ്ഞ പോലെ 11 മണിയായപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളൊരു പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരു ക്യാബേജ് തോരൻ, ക്യാരറ്റൊക്കെ ഇട്ട് ഒരു ക്യാബേജ് തോരൻ, പിന്നെ അതേപോലെ തന്നെ ഏത്തക്ക ഇട്ട ഒരു പുളിശ്ശേരി, പിന്നെ നമ്മൾ നേരത്തെ വാങ്ങിച്ചെന്ന് പറഞ്ഞ ഒരു ഇഞ്ചിക്കറി, പിന്നെ അതേപോലെ തന്നെ പാലട പായസം. ഇത്രയും നേരം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ബോളി ഉണ്ടായിരുന്നു. ബോളിയും പഴവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫുഡ് കഴിക്കണേന് മുന്നേ തന്നെ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു വിഷു കഴിക്കേണ്ടത് ഇലക്കകത്താണ് എന്നൊക്കെ പറഞ്ഞ് വെയിൽ നോക്കിയപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ മാറി. ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റീൽ പ്ലേറ്റിൽ കഴിക്കാം, എന്തായിരുന്നാലും പാത്രം കഴുകേണ്ടി വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കഴിക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് പായസം കുടിക്കാൻ വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം എന്നൊരു ത്വരയായി. അങ്ങനെ പാലട പായസം ഞാനൊരു 2 തവിയും മാത്രമേ എടുത്തുള്ളായിരുന്നു ആദ്യം, പിന്നെ കുറേ എടുത്തു കേട്ടോ. അത് പാലട പായസം നല്ലതായിരുന്നു. അത് എടുത്തു. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിച്ച ബോളി, എനിക്കൊന്ന് 60 രൂപ 70 രൂപ കണ്ടായിരുന്നു തോന്നുന്നു. 5-6 ഒരു പാക്കറ്റിനകത്ത് ഒരു 5-6 ബോളി ഉണ്ടാവും. അത് വാങ്ങിച്ച് അത് പൊട്ടിച്ച് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഇച്ചിരി ഹാർഡായിരുന്നു ബോളി, പക്ഷേ സ്റ്റിൽ ഞാൻ ബോളി ഫാൻ ആയതുകൊണ്ടും ഞാൻ കഴിച്ചു. പിന്നെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉള്ള ഉറക്കത്തിന് വേണ്ടിയായിരുന്നു വയറ് നിറച്ച് ഞാൻ കഴിച്ചത്. പക്ഷെ തെറ്റി ഗൈസ്, ഈ കുരുപ്പ് എന്നെ ഉറങ്ങാൻ തുള്ളി പോലും സമ്മതിച്ചില്ല. കിടന്നപ്പോൾ എന്നെ കൊല്ലാക്കൊല ചെയ്യായിരുന്നു ഗൈസ്. ഒന്ന് ഉറങ്ങാൻ ഇവൾ സമ്മതിച്ചില്ല. ഞാനെപ്പോൾ പ്രാർത്ഥിച്ചു ഈ കൊച്ചൊന്നും ഉറങ്ങിയിരുന്നില്ല, കാരണം 4 മണിക്ക് എഴുന്നേറ്റ കുരുപ്പാണ്. അപ്പോൾ ഇവൾ ഉറങ്ങും എന്ന് വിചാരിച്ചു, പക്ഷെ അവളും ഉറങ്ങിയില്ല, കൂടെ കിടന്ന് എന്നെ ഉറക്കിയില്ല. പിന്നെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഇങ്ങനെ ടെററായി. ഞങ്ങൾ കുറേ നേരമായില്ല, രാവിലെ തൊട്ട് മനുഷ്യനെ ഉറക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളും കുറച്ച് സെഡായി. ഹലോ, അപ്പം ഇപ്പം കണ്ട വീഡിയോ ആണ് എൻ്റെ ഈ വർഷത്തെ വിഷു. ഇങ്ങനെയാണ് പോയത്. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പിന്നെ സങ്കടം എന്ന് വെച്ചാൽ പപ്പയും ചേച്ചിയും ചേട്ടനൊക്കെ ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ വി വെൽ മാനേജ്. ഞങ്ങൾ ഉള്ളവരെ കൊണ്ട് ഞങ്ങളുടെ സന്തോഷം കണ്ടെത്തി. പിന്നെ അതേപോലെ അവർ വിളിച്ചല്ലോ, അവർക്ക് വിളിക്കാനുള്ള മനസ്സെങ്കിലും കാണിച്ചല്ലോ, അതിന് ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ ഇവിടുത്തെ കണിയൊക്കെ അവരെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇത്തവണ കുറച്ചുകൂടി അറ്റാച്ച്ഡായി. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ചിലപ്പം പോകുന്നതിൻ്റെ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ട്. അടുത്ത വർഷം മേ ബി ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണും. ഇതൊക്കെ പോകുകയാണെങ്കിലാണ് കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പം അതൊക്കെ കാരണം ഞാൻ കുറച്ചുകൂടി ഫാമിലിയായിട്ട് അറ്റാച്ച്ഡായെന്ന് തോന്നി. പിന്നെ നമ്മൾ ഈ പറയണ പോലെ കുറേ സമ്പാദിച്ചുകൊണ്ടും അല്ലെങ്കിൽ കുറേ ചിലവാക്കിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളുടെ ഫാമിലിയായിട്ട് കുറച്ച് ക്വാളിറ്റി മൊമെൻറ്റ്സ് അല്ലെങ്കിൽ അവർക്കൊരു ഫോൺ കോള് ഒക്കെ ചെയ്തില്ലേ പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കണം, ഒരു കാര്യമില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താണ്, നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെന്നും പറഞ്ഞ് ജീവിക്കണവർക്ക് വേണ്ടി കുറച്ച് ഇൻപുട്ട് ഇടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ബെറ്റർ. ബിക്കോസ് വേറെ ആരും കാണില്ല, ഈ പറയണ ആൾക്കാർ മാത്രമേ കാണുള്ളൂ. ഞാൻ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ പറഞ്ഞു പോവുകയാണ്. അപ്പം ഇത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷു. പിന്നെന്താ, അത്രേ ഉള്ളൂ. ബൈ ബൈ, സീ യു.